ശക്തമായ മഴയത്ത് റെയിൽവേ സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർ ഓഫീസിനകത്തും ഒരു കുട കരുതിയാൽ നല്ലത്. ഒന്നും രണ്ടുമല്ല, ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ്റെ നിരവധി ഭാഗങ്ങളാണ് ഇപ്പോൾ ചോർന്നൊലിക്കുന്നത്. SIയുടെ മുറിയിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ ചോർന്നൊലിക്കുന്ന വെള്ളം ശേഖരിക്കാനായി ഒരു ബക്കറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനിലെ പോലീസ് സ്റ്റേഷൻ്റെ ദയനീയ അവസ്ഥയാണിത്. വിവിധ കേസുകളിലെ പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ അവരെ ഇടാനുള്ള ലോക്കപ്പും ഇതേ അവസ്ഥയിലാണ്. 60 പോലീസുകാർ രാപ്പകൽ ജോലി ചെയ്യേണ്ട സ്റ്റേഷനിൽ പ്രാഥമിക കൃത്യനിർവഹണത്തിന് പോലും സൗകര്യമില്ല. പരാതിക്കാർ വന്നാൽ ഇരിക്കാൻ പോലും ഇവിടെ ഇടമില്ലെന്നതാണ് യാഥാർത്ഥ്യം. വനിതാ പോലീസുകാരുൾപ്പെടെ ജോലി ചെയ്യുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കുമില്ല വിശ്രമിക്കാൻ ആവശ്യമായ മുറിയും ശൗചാലയവും. മാത്രമല്ല, ക്രിമിനലുകളെ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടിവരുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ പാർപ്പിക്കുന്നത് പോലും സുരക്ഷ ഒട്ടുമില്ലാത്ത ലോക്കപ്പിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനിലെ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയാണിത്. വർഷങ്ങളായി പോലീസ് സ്റ്റേഷന്റെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിലും റെയിൽവേ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഓടിട്ട പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചെങ്കിലും ഒരു പരിഗണനയും പോലീസ് സ്റ്റേഷന് നൽകിയില്ല എന്നാണ് പരാതി. 2000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമെങ്കിലും ഇത്രയും പോലീസുകാർ ജോലി ചെയ്യുന്നതിനാവശ്യമാണ് എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ഇത്തരം കെട്ടിടങ്ങൾ റെയിൽവേയുടെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്നുമുണ്ട്. എങ്കിലും സംസ്ഥാന പോലീസിന് നൽകില്ലെന്നതാണ് റെയിൽവേയുടെ നിലപാടെന്ന് പരാതിയുണ്ട്. ട്രെയിനുകളിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കു വേണ്ടി രാപ്പകലുകൾ പണിയെടുക്കുന്ന ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ സുരക്ഷയ്ക്ക് റെയിൽവേ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നതാണ് ചോദ്യം. You are watching VCV News.